ഹലോ ഓൾ. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എറേഴ്സ് നോക്കാം അടുത്തത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എറേഴ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സിലബസിൽ അത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എറേഴ്സ് എന്നൊരു ടോപ്പിക്കായിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിൻ്റെ നോട്ട്സ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് തരാം. അതായത് സിലബസിൽ ഇത് പറയുന്നില്ലെങ്കിലും വി വിൽ ഡീൽ വിത്ത് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ആക്യുറസി, precision, bias, repeatability and reproducibility, tolerance, reliability and maintainability, then deviation, scale range and scale span, scale readability, stability. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. പഴയ സിലബസിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു. ഇതിലത് പറയാത്തത് കൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. So first is accuracy. Accuracy means a measure of how close a measurement is to the true value of the quantity being measured. നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ, ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിലാണ് അത് ആ മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ ആ മെഷർമെൻറ്റിന് ആക്യുറസി ഉണ്ടെന്ന് നമ്മൾ പറയാം. അപ്പോൾ അത് കമ്പനിക്കാരനെ പലപ്പോഴും പറയും ഞങ്ങളുടെ വോൾട്ട് മീറ്ററിന് 1% ആണ് ആക്യുറസി ഉള്ളത്, 1% ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് തരാൻ പറ്റും. അതായത് 1% വേരിയേഷനെ മാക്സിമം ഉണ്ടാവുള്ളൂ എന്ന അർത്ഥത്തിലാണ് കേട്ടോ പറയണേ. അപ്പോൾ 1% ആക്യുറസി ഉള്ളൂ എന്നല്ല, അതിനാകെ മാക്സിമം 1% വേരിയേഷനേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 200 വോൾട്ട് ആണ് ആ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര വരെ റീഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. 199, അതായത് 1% കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വോൾട്ട് താഴത്തേക്ക് പോകാം. അതായത് 200 2 വോൾട്ട് താഴ്ത്തിയെന്ന് വെച്ചാൽ 198 വോൾട്ട് ആവാം. അതല്ല ഇനി 2 വോൾട്ട് കൂടുതലാവാം, പ്ലസ് ആവാം, പോസിറ്റീവ് ആവാം. അതായത് 202 വോൾട്ട് ആവാം. 198 വോൾട്ട് തൊട്ട് 202 വോൾട്ട് വരെ അത് റീഡ് ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് ദ ട്രൂ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 198 വോൾട്ട് ടു 202 വോൾട്ട്. പിന്നെ ഇത് നമുക്കൊരു ഫിഗർ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമുക്കൊരു തോക്ക് തരും, തോക്കിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഒരു കുത്തൊക്കെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപയുടെ സോപ്പ് കിട്ടുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷൻസ് നമ്മൾ എല്ലായിടത്തും എക്സിബിഷൻസിനൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പാർട്ടിസിപ്പേറ്റും ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ടൂർ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്കറിയാം ഇത് വളരെ ആക്യുറേറ്റ് ആണെന്ന്. കാരണം നമുക്ക് ഈ ഉണ്ടേമ്പലേക്കാണ് കൊള്ളിക്കുന്നത്, അത് ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട് ഇല്ലേ. പക്ഷെ അതേസമയം ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഞാനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാട്ടോ വരാം. ദെൻ നെക്സ്റ്റ്, precision. Precision means clearly and sharply defined. Precision is a measurement of reproducibility of the measurement. അതായത് നമുക്കത് വീണ്ടും ആ സെയിം വാല്യൂ തന്നെ കിട്ടുകയാണെങ്കിലാണ് നമുക്ക് അതിന് പ്രസിഷൻ ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഞാനൊക്കെ ഇപ്പോൾ തോക്കിൻ്റെ ഉണ്ട വെച്ചിട്ട് വെടിവെക്കുകയാണെങ്കിൽ മിക്കവാറും അത് ഈ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. ആക്യുറസി ഉണ്ടാവില്ല, പ്രസിഷനും ഉണ്ടാവില്ല. ഓക്കെ, precision is a measure of reproducibility of the measurement. That is, given a fixed value of a quantity, precision is a measure of degree of agreement with the group of the measurements. അതായത് നമുക്ക് കിട്ടേണ്ട വാല്യൂ ആക്ച്വലി ഇതാണ്, പക്ഷെ എത്ര പ്രാവശ്യം റീഡ് ചെയ്താലും ഇതന്നെ കിട്ടുകയാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് ആക്യുറസി കുറവാണ്, പക്ഷെ പ്രസിഷൻ ഉണ്ട്. ഇവിടെയാണ് കിട്ടേണ്ടതെങ്കിൽ പോലും 10 തവണ റീഡ് ചെയ്താലും ഇവിടെ തന്നെ കിട്ടുകയാണ്. വിച്ച് മീൻസ് ഇറ്റ് ഇസ് ലെസ് ആക്യുറേറ്റ് ബട്ട് ഇറ്റ് ഇസ് മോർ പ്രിസൈസ്. പക്ഷെ ഇവിടെ നോക്കിയാലോ, നമുക്ക് ഇവിടെയാണ് റീഡ് ചെയ്യേണ്ടത്, ഈ ഉണ്ടേമ്പലിക്കാണ് വെടി കൊള്ളേണ്ടത്. എല്ലാ വെടികളും അതിൻ്റെ മുകളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇസ് മോർ ആക്യുറേറ്റ് ആൻഡ് ഇറ്റ് ഇസ് മോർ പ്രിസൈസ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ എൻ്റെയൊക്കെ അവസ്ഥ ഇതായിരിക്കും. ഒരു പ്രസിഷനും ഇല്ല, ആക്യുറസിയും ഇല്ല. അതായത് നമുക്ക് ബുള്ളറ്റ് കൊള്ളിക്കേണ്ടത് ഇവിടേക്കാണ്, പക്ഷേ നമ്മുടെ ബുള്ളറ്റ് ഇവിടുത്തെ പല സ്ഥലത്തായിട്ടാണ് കൊണ്ടത്. അപ്പം നമുക്ക് ആക്യുറസിയും ഇല്ല, പ്രസിഷനും ഇല്ല. ഇതാണെങ്കിലോ ഒരുവിധം ആക്യുറസി ഉണ്ട്, ഒരുവിധം ഈ നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ വലിയ പ്രിസിഷനൊന്നുമില്ല, കാരണം ഒരുപാട് ഡിസ്റ്റൻസിലാണ് വാല്യൂസ് ഇരിക്കുന്നത്. Hope you have understood what is meant by precision and what is meant by accuracy. Then, precision is usually composed of two characteristics. One is conformity and the next one is significant figures. രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് precision എന്ന് ഉദ്ദേശിക്കുന്നത്. One is conformity and the next is significant figures. What is meant by conformity? അതായത് നമ്മൾ എത്ര പ്രാവശ്യം റീഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ സെയിം വാല്യൂ തന്നെ കിട്ടുകയാണ്. ഹൈ precision means കൺഫോമിറ്റി ഓഫ് ദ റിപ്പീറ്റഡ് റീഡിങ്സ് ഇൻ എ ടൈറ്റ് ക്ലസ്റ്റർ. അതായത് ഒരു ചെറിയ ബെൽറ്റിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ചെറിയൊരു ഡിഫറൻസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടു ഇല്ലേ. അപ്പം നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് സെയിം എന്താ പറയുക, സെയിം സെറ്റിൽ തന്നെ, ഒരു സെയിം ക്ലസ്റ്ററിനകത്ത് തന്നെ നമുക്ക് റീഡിങ്സ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് പ്രിസൈസ്. വൈൽ ലോ പ്രസിഷൻ മീൻസ് കൺഫോമിറ്റി ഓഫ് റിപ്പീറ്റഡ് റീഡിങ്സ് ഇൻ എ ബ്രോഡ് സ്കാറ്റേർഡ് ക്ലസ്റ്റർ. ഒരുപാട് ഡിസ്റ്റൻസിനകത്താണ് ഈ ഒരു ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ദൂരത്തിനകത്താണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, റീഡിങ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡിസ്റ്റൻസിനകത്താണ് നമുക്ക് റീഡിങ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻഡിക്കേറ്റ് ദ പ്രസിഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് നോക്കിയിട്ടാണ് നമുക്ക് ഒരു സാധനത്തിൻ്റെ മെഷർമെൻറ്റിൻ്റെ precision പറയാൻ പറ്റുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയപ്പോൾ 10.23567 എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഡിജിറ്റ്സ് ഡെസിമലിന് ശേഷം ഉണ്ടായി. നിങ്ങളതിനെ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ നമ്പേഴ്സ് എടുത്തിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പോയിന്റിന് ശേഷം ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു 3-4 നമ്പേഴ്സ് എടുത്തിട്ട് 3-4 ഫിഗേഴ്സ് എടുത്തിട്ട് നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുറച്ചുകൂടി കറക്റ്റ് ആയിരിക്കും വാല്യൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും വാല്യൂ. അതേസമയം നിങ്ങൾ ഒറ്റ പോയിന്റിൽ വെച്ചിട്ട് ട്രങ്കേറ്റ് ചെയ്തിട്ട് എടുത്താലോ നിങ്ങളുടെ പ്രസിഷൻ കുറവായിരിക്കും. അപ്പോൾ 2-3 പേര് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഡെസിമൽ പോയിന്റ്സ് കൂടുതൽ എടുത്തിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതേസമയം പെട്ടെന്ന് ട്രങ്കേറ്റ് ചെയ്യുകയാണെങ്കിലോ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടാവും വാല്യൂവിന് അല്ലേ. ഇപ്പോൾ സാധാരണ ഇതിൽ ഒരു 2-3 ഡിജിറ്റ് എങ്കിലും എടുക്കാൻ പറയുകയാണ് ചെയ്യുക അല്ലേ. The number of significant figures indicate the precision of the instrument. നമ്പർ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് നമുക്കൊരു ഇൻസ്ട്രുമെന്റിന്റെ precision അറിയാൻ പറ്റുക. For example, the true value of a register is 1.35 something kilo ohm, but the observer reads it to the scale 1. ഇപ്പോൾ 35 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1.4 എന്ന് റീഡ് ചെയ്തു. പക്ഷേ അവിടെ നമ്മൾ അധികം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുക്കാത്തത് കൊണ്ട് നമ്മുടെ വാല്യൂവിന് precision കുറവായിരിക്കും. അതേസമയം ഇപ്പോൾ നമ്മൾ ഈ 6.495 എന്നുള്ളത് 6.495 എന്ന് തന്നെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? കുറച്ചും കൂടി അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കൂടുതൽ എടുത്തു എന്ന് അർത്ഥം. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി പ്രസിഷനോട് കൂടി നമുക്ക് റീഡിംഗ് കിട്ടുമെന്നാണ് അർത്ഥം. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. Okay. Next is resolution. What is meant by the term resolution? If the input is changed from some initial arbitrary value, maybe 0, then the output will not change until a minimum increment of the input is observed. അതായത് നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ലാബൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു കുറച്ച് വാല്യൂ ഒരു ചില കേസിൽ ഒരു കുറച്ച് വാല്യൂ വോൾട്ടേജ് എങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ ബാക്കി മീറ്റേഴ്സ് ഒന്നും റീഡിംഗ് കാണിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് കാര്യമായ ഒരു സിഗ്നിഫിക്കൻറ്റ് റീഡിംഗ് ഒന്നും ഈ ഓട്ടോ ട്രാൻസ്ഫോമർ തിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇൻപുട്ട് കുറച്ച് മിനിമം ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ഔട്ട്പുട്ടിൽ ഒരു വ്യത്യാസം വരുള്ളൂ. ആ ഒരു സ്മോളസ്റ്റ് ഇൻക്രിമെൻറ്റ് ഇൻപുട്ട് ക്വാണ്ടിറ്റി that can be detected by a instrument is called resolution or discrimination. മിനിമം അത്രയെങ്കിലും തിരിച്ചാൽ മാത്രമേ ഇതിന് മുകളിൽ റീഡിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് നിങ്ങളൊരു 500 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്ററിൽ മെഷർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് കിട്ടാനൊന്നും പോകുന്നില്ല. അതിൻ്റെ മുകളിൽ റീഡിംഗ് വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 വോൾട്ടെങ്കിലും വേണ്ടി വരും ഇല്ലേ, അല്ലെങ്കിൽ അതിന് വലിയ അനക്കമൊന്നും ഉണ്ടാവില്ല. അതിനെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? റെസല്യൂഷൻ. എത്ര മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് റീഡ് ചെയ്യുള്ളൂ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇറ്റ് ഇസ് കോൾഡ് റെസല്യൂഷൻ. അപ്പോൾ അതിനുവേണ്ടി എത്രത്തോളം ക്വാണ്ടിറ്റി, അത് എത്ര വേണം എന്ന് ഉദ്ദേശിക്കുന്നത് ത്രെഷോൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദി ഇൻപുട്ട് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ ഇൻസ്ട്രുമെന്റ് ഇസ് കോൾഡ് ത്രെഷോൾഡ്. അതായത് ഇപ്പോൾ 500 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്റർ ആണെങ്കിൽ അതിനകത്ത് ഒരു 5 വോൾട്ടെങ്കിലും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു 10 വോൾട്ടെങ്കിലും ഇല്ലാണ്ട് അതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ 10 വോൾട്ടിനെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? 10 വോൾട്ടിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആ വേരിയേഷൻ ഒരു ചെറിയൊരു ഇൻക്രിമെൻ്റ് എങ്കിലും വരണം, 0 to 10 ആ ഒരു ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ 5 വോൾട്ടിൻ്റെ ഇൻക്രിമെൻ്റ് എങ്കിലും വരണം. എന്നാൽ മാത്രമേ, അത് കഴിഞ്ഞ് ഒരു 10 കിട്ടിയാൽ പിന്നെ അടുത്ത 15 കിട്ടാൻ പറ്റില്ല ഇല്ലേ, വീണ്ടും ഒരു 10ൻ്റെ റീഡിംഗ് ഡിഫറൻസ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ആ ഒരു ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ കാലിബ്രേഷൻ. വാട്ട് ഇസ് മെന്റ് ബൈ ദ ടേം കാലിബ്രേഷൻ? ഒരു മീറ്ററിന് നമ്മൾ അപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, 1 കിലോഗ്രാമിൻ്റെ കട്ട ഫ്രാൻസിൽ വെച്ചിട്ടുള്ള 1 കിലോഗ്രാമിൻ്റെ ബ്ലോക്കിനെ പറ്റിയിട്ട് നമ്മൾ കാലിബ്രേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റാൻഡേർഡ് മീറ്റർ ആയിട്ട് നമ്മൾ നമ്മുടെ മീറ്ററിനെ കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതൊരു കാലിബ്രേറ്റഡ് സിറ്റുവേഷൻ ആവുന്നുള്ളൂ. ഇൻസ്ട്രുമെന്റ് കാലിബ്രേഷൻ ഇസ് വൺ ഓഫ് ദി പ്രൈമറി പ്രോസസ് ടു മെയിൻറ്റെയിൻ ഇൻസ്ട്രുമെന്റ് ആക്യുറസി ഉണ്ടാവണമെങ്കിൽ നമുക്കത് കാലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. അതായത് നമ്മുടെ വഴിവക്കിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുടെ ബ്ലോക്ക് 1 കിലോഗ്രാം ഉണ്ടോ, അതായത് അയാളുടെ കട്ട 1 കിലോഗ്രാമിന് താഴെയാണോ എന്ന് അറിയണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 1 കിലോഗ്രാമിൻ്റെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാലിബ്രേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കോൺഫിഗറിംഗ് ആൻ ഇൻസ്ട്രുമെന്റ് ടു പ്രൊവൈഡ് എ റിസൾട്ട് ഫോർ എ സാമ്പിൾ വിത്തിൻ ആൻ അക്സെപ്റ്റബിൾ റേഞ്ച്. ഒരു അക്സെപ്റ്റബിൾ റേഞ്ചിനകത്ത് ആ സാമ്പിൾ നിൽക്കണം എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാലിബ്രേഷൻ കൊണ്ടുള്ള റിക്വയർമെന്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. Eliminating or minimizing factors that cause inaccurate measurements is a fundamental aspect of instrument design. ഈ വേരിയേഷൻസ് വരുത്തുന്ന പാരാമീറ്റേഴ്സിനെ ഏറ്റവും മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഇൻസ്ട്രുമെന്റ് ഡിസൈനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു റിക്വയർമെന്റ്. നെക്സ്റ്റ്, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാലിബ്രേഷൻ ചെയ്യുന്നത്? നമ്മുടെ എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ആ എററിലെ ഡിഫറൻസ് കണ്ടുപിടിച്ച് അത് കുറയ്ക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കാലിബ്രേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then what is next is static calibration. What is meant by static calibration? The relationship between output signal and the quantity under study is experimentally determined. നമ്മൾ
ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്നത് രണ്ടും തമ്മിൽ എക്സ്പെരിമെൻ്റൽ ആയിട്ട് ഡിഫറൻസ് കമ്പയർ ചെയ്യുന്നു. It requires the presence of a standard with which the output signal of the measuring instrument is to be related. അപ്പോൾ ഞാനൊരു 5 വോൾട്ട് ഉണ്ട് ഇതിന് റീഡിംഗ് എന്ന് പറയണമെങ്കിൽ 5 വോൾട്ടിന് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എൻ്റെ കയ്യിലത്തെ പാട്ട മീറ്റർ വെച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല അതിന് 5 വോൾട്ട് ആണോ റീഡിംഗ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മീറ്റർ ഉണ്ടാവണം. ആ മീറ്റർ വെച്ച് റീഡ് ചെയ്തിട്ട് 5 കിട്ടി, പക്ഷേ എൻ്റെ മീറ്റർ വെച്ച് റീഡ് ചെയ്യുമ്പോൾ 0.5 കിട്ടുന്നുള്ളൂ. അപ്പോൾ കുറേ സെറ്റ് റീഡിംഗ് എടുക്കുമ്പോൾ മനസ്സിലാവും എത്രയായിട്ട് ഡിഫറൻസ് ആണ് എൻ്റെ മോശമായ മീറ്റർ കാണിക്കണേ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ കറക്ഷൻസ് വരുത്തിയിട്ട് സ്റ്റാൻഡേർഡ് മീറ്റർ എത്രയാണോ റീഡ് ചെയ്യുന്നത് ആ റീഡിംഗ് തന്നെ എൻ്റെ മോശമായ ഇൻസ്ട്രുമെൻറ്റിന് കിട്ടുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ കറക്ഷൻസ് വരുത്തുകയാണെങ്കിൽ അത് കാലിബ്രേറ്റഡ് ആയി. The indicated value of pointer on a calibrated scale is checked for its correctness by comparison with the standard source of the quantity under the measurement. The relationship between the input quantity and the output signal is to be established. This is treated as static characteristics. ഈ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സാധാരണ ഇതിലൊരു കാലിബ്രേഷൻ കർവ് വരയ്ക്കും. അപ്പോൾ കാലിബ്രേഷൻ കർവ് വരയ്ക്കുമ്പോൾ പലപ്പോഴും ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആവാട്ടോ, അതിന് ഇങ്ങനെ രീതിയിൽ തന്നെ പോകണം എന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ സെറ്റ് റീഡിംഗ് എടുത്തിട്ട് എന്താണോ മിസ്റ്റേക്സ് വരുന്നത് അതനുസരിച്ച് അതിനെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. Calibration standard should be at least 10 times more accurate than the system under calibration. ഞാൻ എന്ത് ഡിവൈസിനെയാണോ അല്ലെങ്കിൽ എന്ത് സിസ്റ്റത്തിനെയാണോ കാലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും 10 തവണയെങ്കിലും ആക്യുറസി കൂടുതലുള്ള സിസ്റ്റം വെച്ചിട്ട് വേണം ഇതിനെ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ക്യാരിഡ് ഔട്ട് അണ്ടർ സ്റ്റിപ്പുലേറ്റഡ് എൻവയറമെന്റൽ കണ്ടീഷൻസ്. ഒരു സ്റ്റാൻഡേർഡ് എൻവയറമെന്റൽ കണ്ടീഷൻസിലായിരിക്കും ഇതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഒരുപാട് ചൂട് കൂടിയ സ്ഥലത്തോ ഒരുപാട് തണുപ്പുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാലിബ്രേഷൻ കറക്റ്റ് ആവണം എന്നില്ല. അതുപോലെ റീഡിങ്സ് ആർ ടേക്കൺ ഇൻ ബോത്ത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. നമ്മൾ കുറവിൽ നിന്ന് കൂട്ടിയിട്ടും റീഡിംഗ് എടുക്കും, അതുപോലെ കൂടുതൽ നിന്ന് കുറച്ചിട്ടും റീഡിംഗ് എടുക്കും. എന്നാൽ മാത്രമേ നമ്മുടെ കാലിബ്രേഷൻ പ്രോപ്പർ ആവുകയുള്ളൂ. ഇറ്റ് ഈസ് ഡൺ ഫ്രീക്വൻ്റ്ലി ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് നെസസറി. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യും വേണം, അതുപോലെ തന്നെ അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് 100 കിട്ടും 200 കിട്ടും, ഒരേ ആൾക്ക് ഒരേ സമയത്ത് നോക്കുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി കാലിബ്രേറ്റഡ് സോ ദാറ്റ് ദ റീഡിംഗ് ഇസ് ആക്യുറേറ്റ് ഓർ ദ റീഡിംഗ് ഇസ് കറക്റ്റ്. നീഡ് ഫോർ കാലിബ്രേഷൻ. എന്തിനാണ് കാലിബ്രേഷൻ വേണ്ടേ? അത് നമ്മൾ സ്റ്റാൻഡേർഡ് മീറ്റേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ റിക്വയർമെന്റ് ഓഫ് കാലിബ്രേഷൻ? ഒരു മീറ്റർ കുറേ സമയം കഴിയുന്ന സമയത്ത് വേറെ ടെറർ വഴി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴിയൊക്കെ അതിൻ്റെ ആക്യുറസി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ആക്യുറസിനെ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. കാലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് റിലയബിൾ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. To be confident in the result being measured, there is an ongoing need to maintain the calibration of the equipment throughout its lifetime for reliable, accurate and repeatable measurements. അതായത് ആക്യുറസി ഉണ്ടാവണം, പ്രൊസിഷനും ഉണ്ടാവണം എന്ന് അർത്ഥം അല്ലേ? റിപ്പീറ്റബിൾ മെഷർമെന്റ്സ് എന്താ? പ്രൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റബിൾ മെഷർമെന്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം കുറേ താൾ കഴിഞ്ഞാലും അതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ളതും ആക്യുറസി ഉള്ളതും അതേസമയം പ്രൊസിഷൻ ഉള്ളതായി റീഡിങ്സ് കിട്ടിയാൽ മാത്രമേ അത് ഇൻസ്ട്രുമെന്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. So what is the goal of calibration? Is to minimize any measurement uncertainty by ensuring the accuracy of the test equipment. ടെസ്റ്റ് എക്യുപ്മെന്റിന്റെ പ്രശ്നം കൊണ്ട് മിസ്റ്റേക്ക് വരാതിരിക്കാൻ എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാലിബ്രേഷൻ ചെയ്യുന്നത്. കാലിബ്രേഷൻ ക്വാണ്ടിഫൈസ് ദി കൺട്രോൾ എറേഴ്സ് ഓർ അൺസർട്ടനിറ്റീസ് വിത്തിൻ ദ മെഷർമെന്റ് പ്രോസസ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ. അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ എന്തായാലും ഉണ്ടാവും, പക്ഷേ അതൊരു അക്സെപ്റ്റബിൾ ലെവലിലേക്ക്, ഒരു ചെറിയ വേരിയേഷനിലേക്ക് അത് എത്തിക്കാനായിട്ട് കാലിബ്രേഷൻ സഹായിക്കും. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് കാണാം. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. താങ്ക് യു ഓൾ.